ഇതൊരു സിനിമയാണ്. ഡ്രീം സെല്ലർ എന്നാണ് ഈ സിനിമയുടെ പേര്. ഡ്രീം സെല്ലർ. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ് മുകളിൽ നിന്ന് ചാടി. ആ കണ്ടാൽ ഡീസൻ്റ് എന്ന് തോന്നുന്നൊരു മനുഷ്യൻ, അത് അധികം താടി മുടിയില്ലാത്ത മനുഷ്യൻ, ഒരു സൈക്കോളജിസ്റ്റാണ്. ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കയറ്റിവിടുന്ന നിങ്ങളെപ്പോലുള്ള സൈക്കോളജിസ്റ്റുമാർ. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരാളാണ് ഇയാൾ. ഈ സിനിമ കഥ ഞാൻ പറയണില്ല. ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾ പറയുന്നുണ്ട്, ഇയാൾ ഈ ആത്മഹത്യ ശ്രമിക്കുക ലോകം മുഴുവൻ കാണുന്നുണ്ട്. പത്രവാർത്തയൊന്നും ഫേമസ് സൈക്കോളജിസ്റ്റ് ആത്മഹത്യ ചെയ്യാൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ നിൽക്കുന്നു. ഏതൊരു ഭ്രാന്തനെ പോലെയുള്ള ഒരാൾ വന്ന് അയാളെ രക്ഷിക്കുന്നു, വാർത്തയാവുന്നു. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾ ചോദിക്കുന്നുണ്ട്, സർ, എത്രയോ കാലങ്ങളായി മനുഷ്യരെ മരണത്തിൽ നിന്ന് വഴിതിരിപ്പിച്ചു വിട്ട മനുഷ്യനാണ് ഞാൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വന്ന് എന്നെ ഓരോന്ന് പറഞ്ഞ് താഴത്തേക്ക് കൊണ്ടുവന്നത്? നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. മോനെ, നീ നിന്റെ ജീവിതത്തിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു കോമ ഇട്ടു, അത്രേ ഉള്ളൂ. When people are trying to put a full stop, I am giving them a comma. നിർത്താൻ തീരുമാനിച്ചിടത്ത് ഇനിയും കുറച്ച് വരികളിലൂടെ എഴുതാൻ ഒരു കോമ ഇട്ട് കൊടുക്കുന്ന പരിപാടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാ സൈക്കോളജിസ്റ്റുകളും ഈ സ്ഥാപനവും നിങ്ങളുടെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തോന്നുന്നത് മനുഷ്യർക്ക് കോമയിട്ട് കൊടുക്കുക എന്നുള്ളത് ഞാൻ ചെയ്യുന്നതും. ഇന്നത്തെ എൻ്റെ ടോക്ക് ഷോ ഞാൻ മൊത്തം പറയാൻ ആഗ്രഹിക്കുന്നത് എവിടെയെങ്കിലൊക്കെ മനുഷ്യർക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാണ് ഞാൻ. എനിക്ക് മടുത്തു എന്ന് തോന്നുന്നിടത്ത് ഇല്ലട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഒരു കോമ ഇടാം, കുറച്ചുകൂടി എഴുതാനുണ്ട് ഈ ജീവിതത്തിൽ. നിങ്ങളെന്ന പുസ്തകം ഇനിയും എഴുതപ്പെടേണ്ടതാണ് എന്ന് പറയാനാണ് ഓരോ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയും ശ്രമിക്കുന്നത്, സൈക്കോളജി ശ്രമിക്കുന്നത്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കുന്നത്, ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ റൂംമേറ്റിന്, നിങ്ങളുടെ അയൽവക്കക്കാരന് ഒരു കോമയിട്ട് കൊടുക്കുകയാണ് പറ്റുമെന്നുള്ളതാണ്. 2018 WHO ഡിപ്രഷനാണ് തീമായിട്ട് എടുത്തത്. അന്ന് അവർ പറഞ്ഞത് ലെറ്റ്സ് ടോക്ക് എന്നാണ്. ലെറ്റ്സ് ടോക്ക്, നമുക്ക് സംസാരിക്കാം. ഈ കോമയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം കൈവിട്ട് പോയി എന്ന് കരുതുന്ന ഒരു മൊമെൻറ്റിൽ ഒരു കോമയിട്ട് കൊടുക്കുക. എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു കോള് വന്നു. ഞാൻ US അപ്പം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമ്മുടെ നാട്ടിലൊരു പരിപാടിയുണ്ട്, നിന്നെ ഗസ്റ്റായിട്ട് വിളിക്കണം. അപ്പം എനിക്ക് ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം ഏതാണെന്നറിയോ? പ്രവാചകൻ സ്വന്തം ദേശത്ത് അവഗണിക്കപ്പെടുന്നു. അപ്പം പിന്നെ സ്വന്തം നാട്ടിൽ പഠിക്കുന്ന നാണക്കേട് വേണ്ടല്ലോ, ഞാൻ ഒരു പരിപാടി എടുക്കാറില്ല. ഇപ്പോൾ വിളിച്ച് പറഞ്ഞു, എടാ കുറച്ച് പിള്ളേരുടെ അരങ്ങേറ്റമാണ്. എൻ്റെ അമ്മ, അത് ഞാനും തമ്മിൽ എന്ത് ബന്ധം? ഞാൻ എന്ത് ചെയ്യും? പാട്ട് പാടൂ? ഞാൻ ലേഡിക്ക് നമ്പർ കൊടുക്കാവുന്ന അവരെന്നെ വിളിച്ചു. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, 50 മുകളിൽ പ്രായമുള്ളവരാണ് അവരെല്ലാവരും. ഈ അരങ്ങേറുന്ന കുട്ടികൾ എന്ന് പറയുന്ന അമ്മമാരാണ്. നടുക്ക് നിൽക്കുന്ന ആ പെൺകുട്ടി, താഴത്തൊരു കൊച്ചുണ്ട്, അവളുടെ പേര് രശ്മീന. നല്ലൊരു കുടുംബം, ഭർത്താവിന് ബിസിനസ്, വെൽ സെറ്റിൽ ഫാമിലി. അവർ ചിന്തിക്കുകയാണ്, എൻ്റെ ലൈഫ് മീനിങ് ഫുൾ ആവുന്നില്ല, ഇങ്ങനെ ജീവിച്ചു പോകുന്നു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെ. നൃത്തം പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ട്, കാര്യമായിട്ട് എന്തെങ്കിലും തുടങ്ങണം. ഭർത്താവിനോട് പറഞ്ഞു, ഒരു സ്കൂൾ ആരംഭിക്കാം, നല്ല പരിപാടിയാണ്, പിള്ളേരൊക്കെ ഡാൻസിന് പഠിപ്പിച്ചാൽ നല്ല പൈസ കിട്ടും, ഇപ്പം ട്രെൻഡാണ്. പിള്ളേരെ പഠിപ്പിക്കണില്ല. നമ്മുടെ ഈ കറുകുറ്റിയിൽ ഒരുപാട് അമ്മമാരുണ്ട്, മക്കൾ 22-23 വയസ്സൊക്കെ ആയി, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി, ഭർത്താവിനെ യാത്രയാക്കി, വീട്ടിലിങ്ങനെ നിന്ന് സീരിയലും കണ്ട് വളരെ ഓർഡിനറി ആയിട്ട് പോകുന്ന കുറേ അമ്മമാർ. അവരെ നമുക്ക് മെഡിറ്റേഷൻ പഠിപ്പിക്കാം, യോഗ പഠിപ്പിക്കാം, നൃത്തം പഠിപ്പിക്കാം, അവരുടെ അരങ്ങേറ്റം നടത്താം. അതിന് ഗസ്റ്റായിട്ടാണ് എന്നെ വിളിച്ചത്. ഇത് മൊത്തം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴാണ് വരണ്ടേ? ഞാൻ ചെന്നു, ഞാൻ അമ്മമാരെ കണ്ടു. പലരും എനിക്ക് പരിചയമുള്ളവരാ. ഒരു ചേച്ചിനെ കണ്ടിട്ട്, നിനക്കെന്നെ മനസ്സിലായില്ലേ? അമ്മച്ചിയാണെങ്കിൽ മനസ്സിലായില്ലേ ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്? റാണി ചേച്ചിയാടാ. എൻ്റെ പൊന്നെ, റാണി ചേച്ചി എന്തിങ്ങനെ? ഒരാൾക്ക് കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ട്. അവർ നൃത്തം ചെയ്യുക. ഈ ഡാൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചവരുടെ കാലുകളിലേക്ക് നോക്കുമ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ ബാൻഡ് ചുറ്റിയിട്ടുണ്ട്, മടങ്ങാടിക്ക. പ്രായമായ അമ്മമാരാന്നേ, അലഞ്ഞ സ്ത്രീകളാണ്. അവരുടെ അരങ്ങേറ്റം, അവരെ മേക്കപ്പ് അടിച്ചതാരാ? അവരുടെ മക്കള്. വീഡിയോ കൊടുത്തതാരാ? അവരുടെ ഡാൻസിന്റെ, അവരുടെ ഭർത്താവ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കൂടെ? മനുഷ്യരെ മീനിങ് ഫുള്ളി ജീവിക്കാൻ സഹായിച്ചൂടെ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭയങ്കരമായി ഫീസ് വാങ്ങിച്ചിട്ടാണ് ആ നടുക്കുന്ന ചെറുപ്പക്കാരി അവരെ പഠിപ്പിക്കണമെന്ന്? നോ.
അന്ന് ഞാൻ ആ ഫുൾ പ്രോഗ്രാം ഒരു ഡാൻസും കണ്ട് നന്ദിയും പറഞ്ഞ് എല്ലാ അമ്മമാരുടെ ഒന്ന് ഫോട്ടോ എടുത്തോട്ട് ഞാൻ പോകുന്നു. അപ്പം ഞാൻ അറിഞ്ഞ കാര്യം, അവർ കൊടുത്ത തുച്ഛമായ ഫീസ് വെച്ച് അവിടുത്തെ ആ ഹോളിൻ്റെ റെന്റ് പോലും കിട്ടില്ല. പക്ഷെ കുറേ അമ്മമാർ, ഇങ്ങനെ നടന്ന അമ്മമാർ, ഞങ്ങള് സഖികളാണ്, സഖി എന്നാണ് അതിൻ്റെ പേര്, സഖിമാർ, ചതഞ്ഞറിഞ്ഞ സാധാരണ പോലെ പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതത്തിൽ ഒരു പെൺകുട്ടി കൊച്ചൊരു കോമയിട്ട് കൊടുത്തു. ആൻഡ് ദേ ആർ ഡാൻസിങ്. ഗൈസ്, ദേ ആർ ഡാൻസിങ്. ഒരു കോമയിട്ട് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ വിചാരിച്ച മനുഷ്യരെ കോമയിലാക്കാൻ പറ്റും. ഐ എം ടോക്കിംഗ് അബൌട്ട് ദി അതർ തിങ്, കോമ. റൊണാൾഡോയ്ക്ക് കഴിഞ്ഞതിന് 3 വർഷമാണ് റൊണാൾഡോ അനൗൺസ് ചെയ്ത് എനിക്ക് ഇരട്ടക്കുട്ടികളാണ് വരാൻ പോകുന്നത്, ഇരട്ടക്കുട്ടികൾ. വലിയ അനൗൺസ്മെന്റ് ഒക്കെ നടത്തി, എല്ലാവരും പ്രാർത്ഥന, എക്സൈറ്റ്മെന്റ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് റൊണാൾഡോ കളിക്കുന്നത്. എതിരെ കളിക്കുന്ന ലിവർപൂൾ എന്ന് പറയുന്ന ക്ലബ്ബ്. ഈ മാഞ്ചസ്റ്ററിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആര്? ലിവർപൂൾ. അപ്പൊ കുട്ടിയുടെ ഡെലിവറി നടക്കുന്ന സമയത്തൊക്കെയാണ്, അതിന്റെ ആ ഒരു ഡേറ്റിനടുത്താണ് ഈ മാച്ച്. അപ്പോൾ റൊണാൾഡോ എക്സൈറ്റഡ് ആണ്. ഗോളെങ്ങാൻ അടിച്ചാൽ ടീഷർട്ട് ഊരി ദിസ് ഈസ് ഫോർ യു മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ട് പുള്ളിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പുള്ളി പ്ലാൻ ഇട്ടിട്ടുണ്ട്. കൃത്യം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഡെലിവറി നടന്നു. പക്ഷേ ഇരട്ടക്കുട്ടികളായിരുന്നു. ഒരു കുട്ടി മരിച്ചുപോയി, മോൻ മരിച്ചുപോയി, അയാൾ തകർന്നുപോയി. പിറ്റേ 2 ദിവസത്തിന് ശേഷം നടക്കുന്ന ലിവർപൂളുമായിട്ടുള്ള ഏറ്റവും വലിയ മാച്ചിന് റൊണാൾഡോ ഉണ്ടായില്ല. റൊണാൾഡോന്റെ ജേഴ്സി നമ്പർ 7 7. അന്ന് അവിടെ മനോഹരമായൊരു കാര്യം നടന്നു. ഈ ലിവർപൂൾ ആരാധകർക്കൊരു പാട്ടുണ്ട്. അവരവരുടെ കളിക്കാരിങ്ങനെ തളർന്നിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പാടുന്നൊരു പാട്ടാണ് യു വിൽ നെവർ വാക്ക് അലോൺ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അതാ ഇങ്ങോട്ട് നോക്ക്, ഈ ജനം മുഴുവൻ നിങ്ങൾക്കൊപ്പം ചെന്ന് ഗോളടിക്കട. യു വിൽ നെവർ വാക്ക് അലോൺ എന്നൊരു പാട്ടുണ്ട് അവർക്ക്. അന്നത്തെ മാച്ചിൽ 0-0 ആണ്. കളി തുടങ്ങി 7-ാം മിനിറ്റിൽ. ഈ 7-ന് ഒരു പ്രത്യേകതയുണ്ട്. റൊണാൾഡോന്റെ നമ്പർ എത്രയാ? 7. 7-ാം മിനിറ്റിൽ ലിവർപൂൾ ആരാധകർ മുഴുവൻ എഴുന്നേറ്റ് നിന്നിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഫോട്ടോ പിടിച്ചിട്ട് അവർ പാടി, റൊണാൾഡോ യു വിൽ നെവർ വാക്ക് അലോൺ. ഹൗ ബ്യൂട്ടിഫുൾ. ശത്രുവിന്റെ ടീമിനെ, മകൻ മരിച്ചുപോയ മനുഷ്യനെ 50,000-ത്തിലധികം ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പാടുകയാണ്. അവരുടെ ടീമിന് വേണ്ടി പാടിയ പാട്ട് ഓപ്പോസിറ്റ് ടീമിലെ റൊണാൾഡോയ്ക്ക് വേണ്ടി പാടുന്നു, യു വിൽ നെവർ വാക്ക് അലോൺ. അതിനുശേഷം റൊണാൾഡോ പിറ്റേ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു, സ്പോർട്സ് യുണൈറ്റ്സ് പീപ്പിൾ. അയാള് കടന്നുപോയ വേദന അത്ര ആഴത്തിലുള്ളതാണ്. അതിനെ ഒന്ന് മയപ്പെടുത്താൻ കുറച്ചെങ്കിലും സഹായിച്ചിട്ടുണ്ട് അവരുടെ ആ പാട്ട്. നിങ്ങൾക്ക് എത്ര പേരോട് പറയാൻ പറ്റും യു വിൽ നെവർ വാക്ക് അലോൺ? പണ്ട് വലിയ സുഹൃത്തുക്കളായിരുന്നു, ഇപ്പം അടിയുണ്ടാക്കി പിരിഞ്ഞു. ആളിപ്പോൾ ഭയങ്കര ക്രൈസിസിലാണ്. അങ്ങനെ തന്നെ വേണം എന്നും പറയാം. യു വിൽ നെവർ വാക്ക് അലോൺ എന്നും പറയാം.